അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അറഫ ദിവസം ഈ ചെറിയ സൂറത്ത് നാം ഓതിയാൽ നാം ചോദിക്കുന്നതെന്തും അല്ലാഹു തആല നൽകുമെന്ന് പറഞ്ഞ ചെറിയ സൂറത്ത്. അതുപോലെ തന്നെ അറഫ ദിവസം നാം 100 തവണ ചൊല്ലേണ്ട ദിക്ർ, രണ്ടുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കേൾക്കുക. വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക, ഒരു മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഈ ചെറിയ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹുവിനെ തൊട്ടും ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ തൊട്ടും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് അൽഫ മറത്തിൻ യൗമ അറഫ ഉഅ്തിയ മാ സഅല. അറഫ ദിവസം ഒരാൾ ഖുൽ ഹുവല്ലാഹു അഹദ് 1000 തവണ ഓതിയാൽ ഉഅ്തിയ മാ സഅല, അവൻ ചോദിക്കുന്നത് എന്താണോ അതിനെ ഞാൻ നൽകുമെന്ന് മുത്തുനബി പറഞ്ഞത് കാണാം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അറഫയുടെ രാത്രിയിലും അതുപോലെ തന്നെ അറഫയുടെ പകലിലുമായി കൊണ്ട് നാം സൂറത്തുൽ ഇഖ്ലാസ് 1000 തവണ ഓതി തീർക്കാൻ വേണ്ടി നാം ശ്രമിക്കണം. സൂറത്തുൽ ഇഖ്ലാസ് ചെറിയ സൂറത്താണല്ലോ, അത് 3 തവണ ഓതിയാൽ തന്നെ ഖുർആൻ പൂർണ്ണമായും ഓതിയതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുമെങ്കിൽ 1000 തവണ ഓതുമ്പോൾ അതിൻ്റെ പ്രതിഫലം പറഞ്ഞറിയിക്കാനില്ലല്ലോ. അത്രയും വലിയ പ്രതിഫലമായിരിക്കും നമുക്ക് ലഭിക്കുക. അതോടൊപ്പം തന്നെ അത് 1000 തവണ ഓതിയിട്ട് നാം അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അത് നമുക്ക് ലഭിക്കും. ആ ദിനത്തിൽ പ്രാർത്ഥന കൊണ്ട് ധന്യമാവാൻ വേണ്ടി നാം ശ്രമിക്കണം. അതുപോലെ തന്നെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് ചൊല്ലാൻ വേണ്ടി പറഞ്ഞ ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ദിക്റിനെ നാം അറഫ ദിവസം 100 തവണയെങ്കിലും ചുരുങ്ങിയത് പറയണം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുക. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.